എല്ലാവർക്കും സുഖമല്ല. നമ്മളിന്ന് നോക്കുന്നത് നമ്മൾ ഡാറ്റ സയൻസിൻ്റെ പ്ലേലിസ്റ്റിൽ നമ്മളിന്ന് നോക്കുന്നത് ഡാറ്റ സ്ട്രക്ചേഴ്സാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഫങ്ഷൻസ് സ്കോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ സെക്ഷനിലൂടെ നമ്മൾ കവർ ചെയ്തല്ലേ. അതെല്ലാവരും ക്ലിയർ ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് മെസ്സേജ് അയയ്ക്കുക, കമൻറ്റിലൊക്കെ അറിയിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സാണ്. നമ്മളെ ലിസ്റ്റ്, ടബിൾ, സെറ്റ്സ്, സ്റ്റോക്സ്, സ്റ്റാക്സ്, അത് ക്യൂ, ഡിക്ഷണറിയൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും ജസ്റ്റ് കവർ ചെയ്തിട്ട് പോവാം, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ. ലിസ്റ്റ് അധികം നിങ്ങൾക്ക് പെട്ടെന്ന് കത്തുന്ന സംഭവം തന്നെയാണ്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. പൈത്തണിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരുപാട് വാല്യൂസിനെ ഒരുമിച്ച് സൂക്ഷിക്കാനും ഓർഡർ ആയിരിക്കാനും അതുപോലെ ചേഞ്ചസ് ചെയ്യാനും മറ്റേ മ്യൂട്ടബിൾ എന്നൊക്കെ പറയും, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ഓരോന്നും എക്സാമ്പിൾ സെപ്പറേറ്റ് ഞാൻ VS Code ചെയ്ത് കാണിക്കും. കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കിടക്കാം. ഞാൻ ലിസ്റ്റിലോട്ടിൻ്റെ എക്സാമ്പിളിലോട്ട് വരട്ടോ. ഇനിയിപ്പോൾ അത് കൺഫ്യൂഷൻ അടിക്കട്ടെ. ലിസ്റ്റിക്ക് എന്താ മനസ്സിലായെന്ന് പറയരുത്. ഒന്നുകൂടി പറഞ്ഞുതരാം, ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൽ യൂസ് ചെയ്യുന്നതാണ്. പൈത്തണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചറാണ് ലിസ്റ്റ്. നമുക്ക് ഒരുപാട് വാല്യൂസിനെ ഒരു ലിസ്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനൊക്കെ അനുവദിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഞാൻ ആപ്പിൾ, ബനാന, ഓറഞ്ച് എന്ന് എഴുതി, ഒരു ബനാനും കൂടി എഴുതി. അപ്പോൾ ആപ്പിൾ, ബനാന രണ്ടെണ്ണം വന്നല്ലോ. അതല്ലാന്നുണ്ടെങ്കിൽ 10, 20, 30, 40, 40, 50, 50 അതിന് റിപ്പീറ്റേഷൻ വരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഓർഡേർഡ് വാല്യൂ, മ്യൂട്ടബിൾ വാല്യൂ, ഡ്യൂപ്ലിക്കേറ്റ് അലൗഡ്. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ഓർഡേർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഉണ്ടാകും. മ്യൂട്ടബിൾ പറഞ്ഞാൽ മാറ്റാൻ കഴിയാത്തതെന്നൊക്കെ പറയാം. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് അലൗഡ് എന്ന് പറഞ്ഞാൽ സെയിം വാല്യൂസ് ഞാൻ പറഞ്ഞ പോലെ വെക്കാന്ന് പറയുന്നതും. ഓക്കെ. അതിൻ്റെ എക്സാമ്പിളിലേക്ക് ഞാൻ വരുന്നില്ല. അതിൻ്റെ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളതാണ് ടബിൾ അതുപോലെ സെറ്റും. ഈ ടബിൾ, സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സെയിം മോഡൽ തന്നെ. ടബിൾ എന്ന് പറഞ്ഞാൽ ഒരു ടബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അതായത് ഇമ്മ്യൂട്ടബിൾ ആയിരിക്കും. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ടബിൾ എന്നുള്ളൊരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. ഞാൻ വേരിയബിൾ എന്ന് ഞാൻ റിവൈസ് ചെയ്ത് പോകില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. വേരിയബിൾ മൈ ടബിൾ എന്നൊരു വേരിയബിൾ ഞാൻ 10, 20, 30 എന്ന് കൊടുത്തു. ഓക്കെ. അപ്പോൾ എനിക്ക് ഇതിൽ ഇമ്മ്യൂട്ടബിൾ ആണ്. മറ്റേത് ഞാൻ പറഞ്ഞല്ലോ, ടബിളിൻ്റെ ഫീച്ചറിൽ നമുക്ക് ഓർഡേർഡ് ഉണ്ട്, ഇമ്മ്യൂട്ടബിൾ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് അലൗഡ് ആണ്. അപ്പോൾ ഇവിടെ പുതിയ ആൾ വന്നത് ആരാ? ഇമ്മ്യൂട്ടബിൾ ആണ്. ലിസ്റ്റിൽ എന്തായിരുന്നു? ലിസ്റ്റിൽ ഇമ്മ്യൂട്ടബിൾ ആയിരുന്നോ? ലിസ്റ്റിൽ ഇമ്മ്യൂട്ടബിൾ ആയിരുന്നില്ല. ലിസ്റ്റിൽ മ്യൂട്ടബിൾ ആയിരുന്നു. മാറ്റാൻ ഇതിൻ്റെ പ്രോബ്ലം നോട്ട് ചെയ്ത് വെക്കുക. ഇനി സെറ്റ് എന്ന് പറഞ്ഞാൽ അൺഓർഡേർഡ് കളക്ഷൻ ആണ്. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് നമ്മൾ അനുവദിക്കത്തില്ല. പിന്നെ ഒരു യുണീക്ക് വാല്യൂ മാത്രമാണ് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. യുണീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1, 2, 3 പിന്നെ നിങ്ങൾ 1, 2, 3 എന്ന് എഴുതാൻ പാടില്ല. അതായത് റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. അതാണ് യുണീക്ക് പറയുന്നത്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിന് അനുവദിക്കുകയും ചെയ്യത്തില്ല. യുണീക്ക് വാല്യൂസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, സ്റ്റോർ ചെയ്യത്തുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഞാൻ പറഞ്ഞു. അതായത് 1 റിപ്പീറ്റ് വരിക, അതിലാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ, ബനാന സ്ട്രിങ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സ്ട്രിങ് വാല്യൂസ് റിപ്പീറ്റേഷൻ വരിക, അതാണ് പറഞ്ഞത് കേട്ടോ. യുണീക്കായിട്ട് മാത്രം വരിക. ഓക്കെ. നിങ്ങൾ യുണീക്ക് അല്ലാതെ ഒരു സെറ്റ് ചെയ്യുന്ന കരുതുക. അത് പ്രിന്റിൽ നമ്മൾ ഔട്ട്പുട്ടായിട്ട് വരുമ്പോൾ അത് യുണീക്കായിട്ട് ഔട്ട്പുട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫീച്ചർ നമുക്ക് എങ്ങനെ പറയാം? അൺഓർഡേർഡ് ആണ്, അതായത് ഇൻഡെക്സ് ഉണ്ടാവത്തില്ല. യുണീക്ക് വാല്യൂസ് ആണ്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ചെയ്യും. മ്യൂട്ടബിൾ ആണ്, അതായത് നമുക്ക് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനൊക്കെ പറ്റും. അതാണ് ഇവിടെ സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മളിതിൻ്റെ എക്സാമ്പിൾസിലോട്ടൊക്കെ വരുന്നുണ്ട്. അതിലോട്ടൊന്നും കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യം. അതിൻ്റെ എക്സാമ്പിൾസിലോട്ട് നമ്മൾ വരുന്നുണ്ട്. നെക്സ്റ്റ് പഠിക്കുന്നതാണ് സ്റ്റാക്കും ക്യൂവിനാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ
ഒരു സ്റ്റാക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ലിഫോ എന്ന് പറയും. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അവസാനം ആഡ് ചെയ്തത് ആദ്യം റിമൂവ് ചെയ്യപ്പെടും. അതാണ് സ്റ്റാക്കിൻ്റെ ഫസ്റ്റത്തെ മെത്തേഡ് പറയുന്നത്. അപ്പോൾ റിയൽ എക്സാമ്പിൾസ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പ്ലേറ്റ് സ്റ്റാക്കായിട്ട് വെക്കുക, പിന്നെ ബ്രൗസർ ഹിസ്റ്ററി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എക്സാമ്പിളായിട്ട്. ലിഫോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നൊക്കെ കോളേജിലോ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സാധാരണ ഡിഗ്രിയൊക്കെ BC പഠിച്ചവർക്ക് അറിയേണ്ടതാണ്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നുള്ള കൺഫ്യൂഷൻ അടിക്കണ്ട. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അത് വേണമെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് മനസ്സിലാവുന്നില്ല. ഞാനിതിൻ്റെ എക്സാമ്പിൾസിലൂടെ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ VS Code ചെയ്യുമ്പോൾ അതിലൂടെ കവർ ചെയ്തിട്ട് ക്ലിയർ ആക്കി തരാം. ഓക്കെ, ഇതിൽ തന്നെയാണ് ഫിഫോ. പിന്നെ ക്യൂ എന്നുള്ളതാണ് ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ലിഫോ, ലാസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്. ക്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം വന്നത് ആദ്യം പോകുന്ന ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബസ് ക്യൂ, അതുപോലെ ടിക്കറ്റ് കൗണ്ടർ, പ്രിൻ്റ് ക്യൂ എന്നൊക്കെ എക്സാമ്പിൾസ്, റിയൽ ലൈഫ് എക്സാമ്പിൾസ്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾസിലൂടെ റിയൽ ലൈഫ് എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നുണ്ട്, മീൻസ് VS Code നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഡിക്ഷണറി. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്താ ഡിക്ഷണറി. ഡിക്ഷണറി എന്താണെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറേജ്, ഓക്കെ, സ്റ്റോറേജ് ഡാറ്റയാണ്. വാല്യൂ പെയറായിട്ടാണ്. അതിപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഡിക്ഷണറി പറഞ്ഞാൽ അറിയാലോ, ഒരു സ്റ്റോർ ചെയ്യാന്നൊക്കെ പറയാം. വാല്യൂ പെയറായിട്ട്. അതിപ്പോൾ നെയിം എന്നുള്ളൊരു വേരിയബിൾ ഞാനൊരു നെയിം എന്ന് സിനാന്ന് കൊടുത്തു. ഏജ് എന്നുള്ളൊരു വേരിയബിൾ ഞാൻ റാൻഡമായിട്ട് ഏജ് എന്ന് കൊടുത്തു. ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾസ്. ഈ സംഭവം തന്നെ, ഇതാണ് ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതിനെ ആക്സസ് ചെയ്യുന്ന രീതി ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്ന രീതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾസിലോട്ട് നമ്മൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അത് വെച്ചിട്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഡിക്ഷണറിയുടെ ഫ്യൂച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫ്യൂച്ചർ നമുക്ക് കീ വാല്യൂ പെയറാണ്. ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഡാറ്റ പെയർ ആയിട്ടായിരിക്കും. പിന്നെ മ്യൂട്ടബിൾ ആണ്, ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ യൂണീക്ക് കീ ആണ്, ഡ്യൂപ്ലിക്കേറ്റ് കീസ് ഉണ്ടാവത്തില്ല. ഓക്കെ, അത്ര ഇതിൽ വരുന്നുള്ളൂ. നമുക്കിനി എന്ത് ചെയ്യാം, ഇതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിൾസ് ചെയ്തിട്ട് മുൻപോട്ട് പോകാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, VS Code ഓപ്പൺ ചെയ്യണം. എന്നിട്ട് അതിൽ നമ്മളൊരു ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഓപ്പൺ ചെയ്യല്ലേ. എന്നിട്ട് അതിൽ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ചെയ്യാം. ഞാൻ ഇതിന് വേണ്ടി ഒരു VS Code കണക്ട് ചെയ്തിട്ടുണ്ട്. VS Codeൽ നമുക്ക് എല്ലാം ക്ലോസ് ചെയ്തിട്ട് ഞാനൊരു പുതിയൊരു ഫയൽ ഉണ്ടാക്കാം കേട്ടോ. പുതിയൊരു ഫയൽ ഉണ്ടാക്കുകയാണ്. ജസ്റ്റ് DS എന്ന് ഇടുന്നുണ്ട് കേട്ടോ. ഡാറ്റ സ്ട്രക്ചർ എന്ന് ഞാനത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് DS എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് വെറും DS എന്നിടുന്നുണ്ട് .py. ഓക്കെ, നമുക്ക് ഇനി ആദ്യം ചെയ്യേണ്ടത് ഏതാണ്? ആദ്യം ചെയ്യേണ്ടത് ഒന്ന് വെയിറ്റ് ചെയ്യണം, അതൊന്ന് ക്ലിയർ ചെയ്തിട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ലിസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്കൊരു ലിസ്റ്റ് എന്നുള്ളത് ഹാഷ്ടാഗിൽ ലിസ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ലിസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ലിസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് നമുക്കൊരു ഫ്രൂട്ട്സുള്ള ഒരു വേരിയബിൾ കൊണ്ടുവരാം. ഫ്രൂട്ട്സിനുള്ള വേരിയബിൾ കൊടുത്തിട്ട് നമുക്ക് അതിലോട്ട് എന്ത് ചെയ്യാം, ഫ്രൂട്ട്സ് എന്നുള്ള വേരിയബിൾ കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേര് നമ്മൾ കൊണ്ടുവരും. ലിസ്റ്റിന് സ്ക്വയർ ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റുകൾ ശ്രദ്ധിക്കണം. ലിസ്റ്റിന് ക്രിയേറ്റ് ചെയ്യുന്ന ബ്രാക്കറ്റുകൾ ഏതൊക്കെയാണ് നോക്കുന്നത്. സിംഗിൾ കോഡിൽ ഞാൻ ആപ്പിൾ എന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കോമ കൊടുത്തിട്ട് വേറെ സിംഗിൾ കോഡിൽ ബനാന എന്ന് കൊടുക്കുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതിൽ അത് കഴിഞ്ഞിട്ട് സിംഗിൾ കോഡിൽ നമുക്ക് വേണ്ടത് ജസ്റ്റ് പറഞ്ഞാൽ ഓറഞ്ച് എന്നാണ് കൊടുക്കാം, ഓറഞ്ച് എന്ന് കൊടുക്കാം. ഓക്കെ, പിന്നെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത്ര മതി. ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ ലിസ്റ്റായി കേട്ടോ. ഞാൻ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ഞാൻ എന്താ വിളിക്കുകയാണ്, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആരെ വിളിക്കണം, ഇവിടെ ആരെ വിളിക്കണം നിങ്ങൾ പറ. ടാബ് അടിച്ചാൽ ചിലപ്പോൾ കിട്ടും.
ഇവിടെ ആകെ ഒന്നല്ലേ ഉള്ളൂ, ഈ വേരിയബിളിനെ വിളിക്കണം. ഓക്കെ, എന്നാലും നമുക്ക് ഔട്ട്പുട്ടിൽ നമുക്ക് അതിന് കിട്ടും. പക്ഷെ അതൊന്ന് റൺ ചെയ്യിപ്പിക്കുകയാണ്. സോറി, ഇതിന് ആദ്യത്തെ ഒന്ന് റിമൂവ് അടിക്കണം. ഇവിടെ ഉണ്ടോ ആപ്പിള്, ബനാന, ഓറഞ്ച് എന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ലിസ്റ്റ് പറഞ്ഞാൽ കേട്ടോ. ഇതിൻ്റെ വേറെ എക്സാമ്പിൾസ് നമുക്ക് ലിസ്റ്റിൻ്റെ ഫീച്ചറിൻ്റെ വേറെ എക്സാമ്പിൾസ് ഞാൻ ചെയ്തുതരാം. അപ്പോൾ ഇതിലേക്ക് ഈ ആപ്പിൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കാം. ഇതാണ് ഈ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇൻഡെക്സ് വാല്യൂ എങ്ങനെ, ഇതിന് 0 എന്ന് പറയാം, ഇതിന് 0, 1, 2, ഇനി വേറെ എന്തെങ്കിലും 3, 0 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഇൻഡെക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ 0 എന്ന് കൊടുത്താൽ എനിക്ക് ആരും ഇവിടെ കിട്ടും. നമുക്കൊന്നുകൂടി ചെയ്ത് കാണിച്ചാൽ 0 എന്ന് റൺ ചെയ്താൽ എനിക്കിവിടെ ആപ്പിളിനെ കിട്ടും. കണ്ടോ, ഇവിടെ ആപ്പിളിനെ കിട്ടിയതുണ്ടോ. അപ്പോൾ ഞാനിനി 1 എന്ന് കൊടുത്തു, ഇതിന് 1 എന്നാണ്. 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 1 എന്ന് കൊടുത്താൽ എനിക്ക് ബനാന എന്ന് കിട്ടും. കണ്ടല്ലോ, ബനാന എന്നല്ലോ. അതാണ് കേട്ടോ ഇൻഡെക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഇൻഡെക്സിങ് അതാണ്. ഇനി നെഗറ്റീവ് ഇൻഡെക്സിങ് വേണമെങ്കിൽ പറഞ്ഞല്ലോ. നെഗറ്റീവ് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്ന് മുൻപോട്ട് പോവുക. ഈ ഓറഞ്ച്, ബനാന അവിടെ നിന്ന് പോവുക. ഇനിയിപ്പോൾ -1 എന്ന് കൊടുത്താൽ നമുക്ക് ആര് വർക്ക് ചെയ്യും, -1 കൊടുത്താൽ അവിടെ കണ്ടോ ഓറഞ്ച് വർക്ക് ചെയ്താണ്ടോ. ബാക്കിൽ നിന്ന് മുൻപോട്ട് പോവുക കേട്ടോ. ഇത് നെഗറ്റീവ് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ. നമുക്കിതിൽ അപ്പൻ്റെ പറയാം. ഞാനിപ്പോൾ ഒരു നമ്പറിൻ്റെ ഇത് ക്രിയേറ്റ് ചെയ്ത് തരാം. ഇതൊക്കെ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് തരാം, ഒരു നമ്പറിൻ്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു ലിസ്റ്റ് തന്നെ വേരിയബിൾ നെയിം കൊടുത്തു. വേരിയബിൾ നെയിമുകൾക്ക് ഒന്നും കൊടുക്കാം കേട്ടോ. സ്ക്വയർ ബ്രാക്കറ്റിൽ ഞാൻ ജസ്റ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ബ്രാക്കറ്റ് സിംഗിൾ കോട്ടോ ഡബിൾ കോട്ടോ ഇടുന്നില്ല. ഇതെന്താ, ഇത് സ്ട്രിങ് അല്ല, ഇതൊരു നമ്പർ ആയിട്ടാണ്. ഓക്കെ, 4 കൊടുത്തു, 4 വരെ കൊടുത്തു. ഞാൻ ജസ്റ്റ് നോർമലി ആദ്യം പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യുന്നു. നമ്മൾ ഇതിനെ റൺ ചെയ്യുമ്പോൾ 1, 2, 3, 4 പറഞ്ഞ് കാണിക്കണം. എനിക്ക് ഇതിലോട്ട് 5, 6 ആഡ് ചെയ്യണം, അതല്ലാതെ 9 ഒക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് അപ്പൻഡ്. ഓക്കെ, അപ്പൻഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ലിസ്റ്റ് എന്നുള്ള വേരിയബിൾ നെയിം എഴുതുന്നു. .append എന്നുള്ള മെത്തേഡ് ഉണ്ട്. .append എന്ന് കൊടുത്തിട്ട് ഞാൻ എനിക്ക് ആരെയാണോ ആഡ് ചെയ്യേണ്ടത് ആ ആളെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നോർമൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇവിടെ ഇനി 5 അതല്ലെന്നുണ്ടെങ്കിൽ 6 ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഞാൻ 5 എക്സാമ്പിളായിട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടി ഞാൻ റൺ ചെയ്തു. അപ്പോൾ എനിക്കിവിടെ 1, 2, 3, 4, 5 ആഡ് ആയി. അപ്പോൾ അപ്പൻഡ് എന്ന് പറഞ്ഞാൽ പുതിയ ആളെ ആഡ് ചെയ്യാനും വേണ്ടിയിട്ട് ആ ലിസ്റ്റിലോട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിലോട്ട് ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി കുറേ ഇൻസെർട്ടുണ്ട്, റിമൂവ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുന്ന കാര്യങ്ങളാട്ടോ. സോർട്ട് അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ടബിൾ അടിക്കാം. ഓക്കെ, ഇതിൻ്റെ ഇതിൽ നിന്ന് കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. നമുക്ക് എന്ത് പഠിക്കാം, ടബിൾ പഠിക്കാം. ഓക്കെ, ടബിൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം ഒരു കളേഴ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, ടബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, കളേഴ്സിൽ നോർമൽ ബ്രാക്കറ്റിൽ റെഡ് ക്ലോസിങ് ചെയ്തോട്ടെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡ്, ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്താ കൊടുക്കുന്നു, കോം കൊടുക്കുന്നു. പിന്നെ നമുക്ക് വേണ്ട ഓക്കെ ഗ്രീന് ബ്ലൂ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം, കളേഴ്സിനെ ചേർക്കാം. ഓക്കെ, പിന്നെ ബ്ലൂ ചേർക്കാം. ഓക്കെ, ഇത്ര മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് പ്രിൻറ്റ് ചെയ്യാം. നോർമലി പ്രിൻറ്റിനുള്ളിൽ കളർന്ന് കൊടുക്കാം, അതിന് വരും. ഇതിൻ്റെ ബ്രാക്കറ്റ് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് ടബിളിൻ്റെ ബ്രാക്കറ്റ്, ശ്രദ്ധിക്കണം. എന്ത് ചെയ്തു, കളേഴ്സ് എന്നുള്ള വേരിയബിളിനെ വിളിച്ചു. എന്നിട്ട് ഞാനതിനെ റൺ ചെയ്യിപ്പിക്കുകയാണ്. കണ്ടല്ലോ, റെഡ്, ഗ്രീന്, ബ്ലൂ വന്നിട്ടുണ്ട്. ഓക്കെ, റെഡും ഗ്രീനും ബ്ലൂ വന്നിട്ടുണ്ട്.
ഇതാണ് ടബിൾ എന്ന് പറഞ്ഞാൽ. ഇതിന് ഇൻഡെക്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇൻഡെക്സ് ഉണ്ട്, ഓർഡേർഡ് ആണ്, ഇൻഡെക്സ് ഉണ്ട്, ഇമ്മ്യൂട്ടബിൾ ആണ്, നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, ഇൻഡെക്സ് നമുക്ക് ഇൻഡെക്സിലൊന്ന് കാണിക്കാൻ ജസ്റ്റ് ഞാനിവിടെ സ്ക്വയർ ബ്രാക്കറ്റിലേക്ക് വേണ്ടത് 1, അതായത് ഗ്രീൻ ആണെന്ന് കരുതിക്കോ. ഓക്കെ, ഞാൻ അതിനെ റൺ ചെയ്യുന്നു, ഗ്രീന് കിട്ടുന്നു. ഓക്കെ, ഗ്രീന് കിട്ടി. അപ്പോൾ ഇൻഡെക്സിങ് ഉണ്ട്, ഇമ്മ്യൂട്ടബിൾ, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇന്നൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് പഠിക്കാം. ഇത്രയൊരു ടബിൾ കേട്ടോ. അതിൻ്റെ വലിയ എക്സാമ്പിൾസിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്, കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്തായാലും ബേസിക്സ് കവർ ചെയ്തതിന് വേറെ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. നമുക്ക് പഠിക്കാനുള്ളത് സെറ്റ്സ് ആണ് കേട്ടോ. സെറ്റ് എന്ന് പറയാല് സെറ്റ്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കിട്ടുന്നുള്ളൂ. സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നമ്പേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് കേളി ബ്രാക്കറ്റ് എന്നാട്ടോ പറയുക. ഇതിന് കേളി ബ്രാക്കറ്റ് എന്നാ പറയുക. ഈ ബ്രാക്കറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് നമ്പേഴ്സിന് കൊടുക്കാം. അങ്ങനെ 1 2 3 4 കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രിന്റിൻ്റെ ഉള്ളിൽ ഇതിനെ റൺ ചെയ്യിപ്പിക്കുകയാണ്. പ്രിന്റിൻ്റെ ഉള്ളിൽ റൺ ചെയ്യിപ്പിക്കുമ്പോൾ ജസ്റ്റ് ഞാൻ അമ്മനെ വിളിച്ചു, എന്നിട്ടൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. 1 2 3 4 നമുക്ക് നോർമലി കിട്ടും. ഞാൻ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞു സെറ്റിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്യൂപ്ലിക്കേറ്റഡ് വാല്യൂസ് നമ്മൾ എടുക്കത്തില്ല. ഓട്ടോമാറ്റിക്കലി അത് ഔട്ട്പുട്ടിൽ നമ്മൾ കൊടുത്താലും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1 റിപ്പീറ്റ് വരിക, അതല്ലാന്നുണ്ടെങ്കിൽ 2 റിപ്പീറ്റ് വരിക, അത് കൊടുത്ത് തന്നെ റിപ്പീറ്റ് വരിക, മ്യൂട്ടബിൾ ആണ് നമുക്ക്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ കോമ്പട്ടിട്ട് ഇനി ഒരു വേറൊരു 1 കൂടി ചേർക്കണം കയറി, വേറെ 2 കൂടി ചേർക്കും. അപ്പോൾ 2 രണ്ടെണ്ണം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് എങ്ങനെ വരുന്നത് 1 2 3 4 2 ആണ് നിങ്ങൾ അങ്ങനെ കാണിക്കേണ്ടത് അല്ലേ. ഇപ്പോൾ സെറ്റിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂവിനെ റിമൂവ് ചെയ്തിട്ടാണ് കിട്ടുക. കണ്ടോ, 1 2 3 4 തന്നെ വന്നത്. ആ 2 കൂടെ വന്നില്ലല്ലോ, വന്നില്ല, റിപ്പീറ്റേഷൻ വരില്ല. ഓക്കെ, അതാണ് പറഞ്ഞത്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ വരത്തില്ല. നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ആഡും റിമൂവും ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ അപ്പൻ്റെല്ലാം യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. നം ഡോട്ട് ആഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഇതാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യും. എനിക്ക് 5 ആഡ് ചെയ്യണം, 5 കൊടുത്തു. ഓക്കെ, 5 കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടി റൺ ചെയ്തു. സോറി, റിമൂവ് അടിക്കാം. കണ്ടോ, 1 2 3 4 5 വന്ന കണ്ടോ. ആഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ മെത്തേഡല്ല നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, ഒരു ഫംഗ്ഷൻ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബ്രാക്കറ്റിൽ ഞാൻ 5 കൊടുത്തു, ആ 5 എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് റിമൂവ് അടിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെയിം മോഡൽ തന്നെ നം ഡോട്ട് റിമൂവ് എന്നുള്ളൊരു മെത്തേഡ് ഫംഗ്ഷൻ ഉണ്ട്. എനിക്കിതിൽ 4ന് റിമൂവ് അടിക്കണം എന്നുണ്ടെങ്കിൽ 4ന് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കുക. 1 2 3 5 ആയി 4 റിമൂവ് ആയിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ. ഞാൻ ഫാസ്റ്റ് പറയുന്നതുകൊണ്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ 2 സ്ട്രിങ് ഉണ്ടാക്കാൻ പോവാണ്. ജസ്റ്റ് ഇവിടെ നം എന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നം 1 എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാണ്. കേളി ബ്രാക്കറ്റിനുള്ളിൽ തന്നെ 2 4 6 8 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് രണ്ടും ഒരൊറ്റ പ്രിൻ്റ്, നിങ്ങൾ സെപ്പറേറ്റ് പ്രിൻ്റ് ആണെന്ന് കൊടുക്കുക, ഒരു പ്രിൻ്റും കൂടി വേണമെങ്കിൽ കൊടുക്കുക. ജസ്റ്റ് എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രിൻ്റും കൂടി കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നം 1 എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. അപ്പോൾ അതും എന്ത് ചെയ്യും, റൺ ചെയ്യും. ജസ്റ്റ് അപ്പിൻ്റെ റിമൂവ് കാര്യങ്ങളൊക്കെ റിമൂവ് അടിക്കട്ടെ. ഒന്നുകൂടി റൺ ചെയ്താൽ നിങ്ങൾക്ക് രണ്ടും കാണിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഒറ്റ പ്രിന്റിനുള്ളിൽ തന്നെ രണ്ടും ഒരുമിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സ്പേസ് കൊടുക്കുക. നമ്മൾ ഷിഫ്റ്റിൻ്റെ നമ്മളെ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ ഷിഫ്റ്റിൻ്റെ മേലെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവും. അതെന്ന് വെച്ചാൽ സിസ്റ്റത്തിൽ പല രീതിയിലായിരിക്കും, ഒന്ന് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അതിന് വിളിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, രണ്ടും ഒരുമിച്ചിട്ട് കിട്ടും. മനസ്സിലായല്ലോ. അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടോ, 1 2 3 4 6 കണ്ടോ. ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ബാക്കിലത്തൊക്കെ 6 8 ഒക്കെ ഇതിലാണ് കിടക്കുന്നത്. 6 8 ഒക്കെ മറ്റേക്ക് പോയത് കണ്ടോ, ഒറ്റ ലിസ്റ്റായിട്ട് വന്നുണ്ടോ. അതാണ് ഇങ്ങനെ കൊടുത്താലുള്ള പ്രത്യേകത കേട്ടോ. ഓക്കെ, അത്ര നമുക്ക് സെറ്റ്സിൻ്റെ കേസിൽ വരുന്നുള്ളൂ. നമുക്ക് സ്റ്റാക്ക് ലിഫോയും ഫിഫോയും പറഞ്ഞുതരാം. ഓക്കെ, അധികം ലെങ്ത് ആയപ്പോൾ നമ്മുടെ ക്ലാസ്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നമുക്കൊരു ഇതിനകത്ത് കമൻറ്റ് ചെയ്തിടാം. എന്നിട്ട് എൻ്റർ അടിച്ചിട്ട് സ്റ്റാക്ക് കേട്ടോ. സ്റ്റാക്കിൽ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടൊരു
സ്റ്റോറേജ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു നള്ളായിട്ടുള്ളൊരു സ്റ്റോറേജ് ഉണ്ട് ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി. ഇതിന് സ്റ്റോറേജ് എന്ന് പറയും. ഇതൊരു റൂമാണെന്ന് കരുതിക്കുക. ഓക്കെ, റൂം മീൻസ് സ്റ്റോറേജ്, നമുക്ക് സാധനങ്ങൾ ഇടാനൊക്കെ വേണ്ടിയുള്ളൊരു സ്റ്റോറേജ്. അങ്ങനെയാണ് നമ്മൾ സ്റ്റാക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ സ്റ്റാക്കിലോട്ട് അപ്പൻഡ് ചെയ്യണം. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. സ്റ്റാക്കിലോട്ട് ഞാൻ ഡോട്ട് അപ്പൻഡ് വാല്യൂസിന് ഇടാൻ പോവാണ്. ആ റൂമിലോട്ട് ഞാൻ എന്ത് ചെയ്താണ്, കുറച്ച് സാധനം ഇടാൻ പോവാണ്. 10 പോലെ എനിക്ക് വേണമെങ്കിൽ 20 വേണമെന്നുണ്ടെങ്കിൽ ഇടണം. അപ്പോൾ സ്റ്റാക്ക് ഡോട്ട് അപ്പൻഡിൽ ഞാൻ 20 വിളിച്ചു. അതുപോലെ സ്റ്റാക്ക് ഡോട്ട് അപ്പൻഡിൽ 30 എന്ന് വിളിച്ചു. 39 ഓക്കെ, 30 എത്ര കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്യാണ്, പ്രിന്റിൻ്റെ ഉള്ളിൽ ഞാൻ സ്റ്റാക്കിനെ വിളിക്കുകയാണ്. പ്രിന്റിൻ്റെ ഉള്ളിൽ സ്റ്റാക്കിനെ വിളിക്കുന്നു, റൺ ചെയ്യിപ്പിക്കുന്നു. കണ്ടല്ലോ, 10, 20, 30 ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, സോറി ലാസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ലിഫ് എന്ന് പറയുന്നത്, ലിഫ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് അവസാനം ആഡ് ചെയ്തത് ആദ്യം റിമൂവ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത്. ഇതിലോട്ട് നമ്മൾ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് കിട്ടുന്നത് 10, 20, 30. നമുക്ക് ഇതിന് എന്ത് ചെയ്യണം, പോപ്പ് എന്ന് മെത്തേഡ്, അതായത് കാണിച്ചു ജസ്റ്റ് ഞാനിവിടെ ഇവിടെ വർക്കിംഗ് ആവുമെന്ന് അറിയില്ല. സ്റ്റാക്ക് ഡോട്ട് POP ബ്രാക്കറ്റിൽ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്താൽ മതി. എന്നിട്ടൊന്ന് റൺ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ 10, 20 എന്ന് പറഞ്ഞത്. 30 നിലവിലില്ല. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി പോപ്പ് എന്ന് പറഞ്ഞാൽ 30 റിമൂവ് ചെയ്തിട്ടോ, ടോപ്പിലുള്ളത് 2 മാത്രം കാണിച്ചു ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ക്യൂ ഉണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കമൻറ്റ് ചെയ്തിടാം. ഇത് ഫസ്റ്റ് ലാസ്റ്റ് ഔട്ടാണ് കേട്ടോ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് ഈ സ്റ്റാക്കിൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് ക്യൂ വരുന്നുണ്ട്. ക്യൂവിൻ്റെ കേസിൽ ഓക്കെ, ക്യൂവിൻ്റെ കേസിൽ പറയുന്നത് ഫിഫ് ആണ്. അത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് കേട്ടോ. ഫിഫ് ആണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇവിടെ ഞാൻ കളക്ഷൻസ് ക്യൂവിനെ നമുക്ക് എന്ത് ചെയ്യണം, യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരു ഫ്രം കളക്ഷൻസ് എന്നിട്ട് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതിന് ആ മോഡ്യൂളിൽ ഇമ്പോർട്ട് ചെയ്യണം. അതിലാണ് ഒരു DQ എന്നുള്ള മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ വിളിക്കണം കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ഇതിനെയാണ് നമ്മൾ ക്യൂലെറ്റ് മാറ്റുന്നത് ഇതിന് DEQ എന്നുള്ളതിന്. ക്ലിയർ ആയില്ലേ? ഇതാണ് നമ്മൾ ക്യൂ എന്നുള്ളത്. ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കളക്ഷൻസ് വിളിക്കണം. എന്നിട്ട് ഈ വേരിയബിൾ നെയിമിനെ നമ്മൾ ക്യൂലോട്ട് മാറ്റലാണ്. അപ്പോഴാണ് ക്യൂ സെറ്റ് ആവത്തുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ചെയ്ത് നോക്കുന്ന കാര്യമില്ല. ഇവിടെ സെയിം സാധനം തന്നെ ഞാൻ അപ്പൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡോട്ട് അപ്പൻഡ് സെയിം സംഭവം തന്നെ 10 നമുക്ക് എത്ര വാല്യൂ കൊടുക്കട്ടെ. ഞാൻ കൊടുക്കുന്ന തന്നെ കൊടുക്കണം എന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാവേ. ഓക്കെ, ഇഷ്ടമുള്ള കൊടുക്കാം. ഓക്കെ, എത്ര മതി. ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇതിനെ പ്രിന്റ് ചെയ്യുകയാണ്. പ്രിന്റിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു, നമ്മളെ വാല്യൂസിനെ വിളിച്ചു. എന്നിട്ടൊന്ന് റൺ ചെയ്യിപ്പിക്കുകയാണ്. ഇവിടെ നെയിം കാണിക്കുന്നുണ്ട്, 10, 20, 30 കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ്. ഇനി നമുക്കൊരു പോപ്പ് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് 20, 30 മാത്രം കാണിക്കുകയാണ്. അത് നമ്മുടെ മറ്റേ വർക്കിംഗ് നടന്നത് 10 റിമൂവ് അടിക്കുന്ന വാല്യൂസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയും. ജസ്റ്റ് മെറ്റിൻ്റെ കേസിലാണ്. നിങ്ങൾക്കിപ്പോൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സംഭവം മനസ്സിലായില്ലേ? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന സംഭവം ഇവിടെ നമ്മൾ പോപ്പ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതേ സംഭവം തന്നെ നമുക്ക് ഇനി ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇതിൽ 10 റിമൂവ് അടിക്കുന്ന സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യൂ ഡോട്ട് ഇനിയിപ്പോൾ എന്താ വാല്യൂ, എന്ത് പോപ്പ് ലെഫ്റ്റ് അല്ലല്ലോ, നമ്മളെന്തോ കൊടുക്കാറുണ്ട്. ഓക്കെ, പോപ്പ് ലെഫ്റ്റിനാണ് കേട്ടോ. പോപ്പ് ലെഫ്റ്റിൽ ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പണിങ് ക്ലോസ് ചെയ്തിടുക. എന്നിട്ട് ഇതിനൊന്ന് റൺ ചെയ്യുമ്പോൾ കണ്ടോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൽ 10 റിമൂവ് ആയി. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് 20, 30 മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൽ.
ഇനി ഡിക്ഷണറി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ടായിട്ട് ഒന്ന് പെട്ടെന്ന് പറയാം. ഡിക്ഷണറി നമ്മൾ ഓൾറെഡി നമ്മൾ കവർ ചെയ്തതാണ്. ഡിക്ഷണറിയിൽ ഡിക്ഷണറി നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് കമൻറ്റ് ചെയ്തുതരാം. ഓക്കെ, എന്നിട്ട് ഇവിടെ DICT എന്ന് കൊടുക്കുന്നുണ്ട് ഡിക്ഷണറി കേട്ടോ. എൻ്റർ അടിക്കുക. ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ കോഡ്. ഞാൻ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ സ്റ്റുഡൻസ് വിളിക്കുകയാണ്. പ്രിൻറ്റിൻ്റെ ഉള്ളിൽ സ്റ്റുഡൻറ്റിലാണ് എന്തൊക്കെ കൊടുത്തുള്ളത്? നെയിം എന്നുള്ള വേരിയബിൾ, രാഹുൽ, ഏജ് എന്നുള്ള വേരിയബിൾ 20 പോസ് ചെയ്താണ്, പൈത്തണാണ്. ഞാൻ ഇതിനൊന്ന് റൺ ചെയ്യിപ്പിക്കുകയാണ്. കണ്ടോ, നെയിം രാഹുൽ, ഏജ് 20 പോസ് പൈത്തൺ. ഇതാണ് ഡിക്ഷണറിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ ഇനി ഇത് കോപ്പീസും കാര്യങ്ങളൊക്കെ അധികം കൺഫ്യൂഷൻ അടുപ്പിക്കേണ്ട ആവശ്യമാണ്. ഇനി ഇതിൽ നിന്ന് നെയിമിനെ മാത്രം കിട്ടണം. ഇനി രാഹുലിൻ്റെ നെയിം മാത്രം കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാം? ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നു. സിംഗിൾ കോട്ടിൽ ഡബിൾ കോട്ടോ സിംഗിൾ കോട്ടോ എന്തിടാം. അവിടെ ഞാൻ ഇവൻ്റെ നെയിം എന്നുള്ളതിനെ വിളിക്കും. അപ്പോൾ എനിക്ക് നെയിമിനെ മാത്രം എന്ത് ചെയ്ത് കിട്ടും? പ്രിൻ്റ് ചെയ്ത് കിട്ടും. കണ്ടോ, രാഹുൽ മാത്രം വന്നു. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആയിരുന്നു. നമ്മൾ ലിസ്റ്റ്, ടബിൾ, ഡിക്ഷണറി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, ഇതല്ലാതെ ഇതിൻ്റെയും ചെയ്തിട്ട് ഇതിൻ്റെ വേറെ എക്സാമ്പിൾസൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.